ഹരിയാസ് വിജീഷ്യ ഫ്രം നമോ ഫ്ലോറിംഗ്. ഇന്ന് നമ്മൾ എത്തിയുള്ളത് കോഴിക്കോട് ജില്ലയിൽ നാദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. മിസ്റ്റർ സുഫീർ എന്ന് പറയുന്ന ആളെ വീടാണിത്. ഏകദേശം 10 സെൻറ്റിൽ 2900 സ്ക്വയർ ഫീറ്റിൽ ചെയ്ത ഈ വീട് നമോ ഫ്ലോറിംഗ് ആണ് ഇതിൻ്റെ ഫ്ലോർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഹോം ടൂർ എടുക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ബോർഡർ ഉള്ളത്. ഇവിടെ ഒരു ഗ്രേ കളർ ബോർഡറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ത്രെഡ് വരുന്നത് വൈറ്റ് കളർ. ഫ്ലോർ മൊത്തം ചെയ്തിട്ടുള്ളത് വൈറ്റ് ആണ് കേട്ടോ. അസർവ ബ്രാൻഡിൽ വരുന്ന 6x4 ആണ് ഫ്ലോർ മൊത്തം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബോർഡർ സാധാരണ എല്ലാവരും ബ്ലാക്കാണ് കൊടുക്കല്. ഇവിടെ കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡുള്ള കളറാണ് ബോർഡറായിട്ട് കൊടുത്തിട്ടുള്ളത്. മെയിൻ ഡോറൊക്കെ തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറിൽ കിടന്ന് നേരെ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റിൻ്റെ ഒരു മനോഹാരിതയാണ് ഇവിടെ കാണുന്നത്. അസർവ ബ്രാൻഡിൽ വരുന്ന പ്ലെയിൻ വൈറ്റ് 6x4 ആണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ബോണ്ടാണ് അതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗ്ലാസ് ബോണ്ട് ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ജോയിൻറ്റിലൊന്നും ചളികൾ പിടിക്കില്ല, എപ്പോഴും നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടൊരു സെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ TV യൂണിറ്റൊക്കെ ചെയ്തിട്ടുള്ളത് ഫ്ലൈവുഡിലാണ്, പക്ഷേ അതിൻ്റെ ഫിനിഷ് പെയിൻറ്റിലാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അറിയണത് ഇതിൻ്റെ സ്റ്റെയറാണ് കേട്ടോ. സ്റ്റെയർ ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റ് 15 mm തിക്നെസ് ഉള്ള നാനോ വൈറ്റ് 45 ഡിഗ്രി കട്ട് ചെയ്തിട്ട് ലിപ്പിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. റേസർ ഭാഗം നോക്ക് വുഡാണ്. ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുള്ളത് ടഫൺ ഗ്ലാസ് ആണ്. അതിൻ്റെ ടോപ്പിൽ ഫുൾ കാതൽ തേക്ക്. ഇവിടെ ഡൈനിങ് സ്പേസിൻ്റെ ലിവിങ് സ്പേസിൻ്റെ ഇടയിലാണ് ഇവിടെ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സി ബിലൊക്കെ മേലെ ടഫൻ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നാച്ചുറൽ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെപ്ത് കൊടുത്തിട്ടാണ് കേട്ടോ. അതേപോലെ ഒരു 8 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന വലിയൊരു ചെയറും ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് AGLൻ്റെ വുഡ് സ്ട്രിപ്പാണ് കേട്ടോ. വുഡൻ്റെ സ്ട്രിപ്പാണ് 120x20 സൈസിൽ വരുന്ന വുഡൻ സ്ട്രിപ്പ് ബ്രേക്ക് ജോയിൻ്റ് ആയിട്ട് അപ്പോക്സിറ്റ് ഇട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫ്ലോറിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള അസർവ ബ്രാൻഡിൽ വരുന്ന 1600 ഗ്ലാസ് ബോണ്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗ്ലാസ് ബോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജോയിൻറ്റുകളിലൊന്നും ചളി പിടിക്കില്ല. ഈ വീടിൻ്റെ മറ്റൊരു ബെഡ്റൂമാണ്. ഫ്ലോറിൽ ചെയ്തിട്ടുള്ള വൈറ്റ് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഹെഡ് റെസ്റ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറാണിത്. ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് 4x2 ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തൊരു CBയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ കൂട്ടിയടക്കി കാണുന്ന രീതിയിൽ അതിമനോഹരമായൊരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കിച്ചണിൽ മൾട്ടിവുഡിലാണ് മൈക്ക ലാമിനേഷനാണ് കൊടുത്തിട്ടുള്ളത് ഡോറുകൾക്കും അതേപോലെ ലോഫ്റ്റിൻ്റെ ഭാഗത്തൊക്കെ വരുന്നതിന്. പിന്നെ കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് നാനോ വൈറ്റ് ആണ്. സിംഗിൾ മോൾഡിംഗ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വാളിൽ ഇത് ചെയ്തിട്ടുള്ളത് 4x2 കട്ട് ചെയ്തിട്ട് ഹൊറിസോണ്ടൽ മാത്രം അപ്പോക്സി എടുത്താണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ വർക്ക് ഏരിയ ഉണ്ട്. അത് ഇവിടെ ഡൈനിങ് ടേബിളും ഇവിടെ ചെറിയൊരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഫീർ ഭായി നമസ്കാരം. സുഫീർ ഭായി ഈ വീടിൻ്റെ ഓണറാണ്. സുഫീർ ഭായി നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നത് ഖത്തറിലായിരുന്നു. അപ്പോൾ മുപ്പാളിപ്പോൾ ഹൗസ് വാമിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് നമോ ഫ്ലോറിങ്ങിനെ പറ്റി ഉള്ളൊരു ഫീഡ്ബാക്ക് നമുക്ക് ചോദിക്കാം. നമോ ഫ്ലോറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തന്നത് സിൽവാനിലെ അനസ് ഷംഷീർ അവരാണ് നിങ്ങളെ നമ്പർ. അതുപോലെ വേറൊരാളുടെ കോൺടാക്ട് നമ്പർ തന്ന് വേറെ പുറത്ത് നിങ്ങളെ ആട്ടുകാരാണ് തോന്നുന്നു. മൂപ്പർ നമ്പർ തന്ന്. അപ്പോൾ മൂപ്പർ വന്ന് നോക്കി. അപ്പോൾ അതിനുശേഷം നിങ്ങളെ വിളിച്ചതിന് ശേഷമാണ് പിന്നെ കാര്യങ്ങൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. മൂപ്പർ പറഞ്ഞ ബഡ്ജറ്റ് ഇതിലും കുറച്ച് അധികമായിരുന്നു പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ വിളിച്ച് നിങ്ങൾ നോക്കിയപ്പോൾ തന്നെ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞത് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം ആണ് നിങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ ടൈൽ വിരിക്കുന്നത് ഇത്. അപ്പോൾ അതിനുശേഷം പിന്നെ 2 മാസം കഴിക്കുന്നു അല്ലേ. 2 മാസത്തിന് ശേഷമാണ് വർക്ക് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങി നമ്മൾ കഴിഞ്ഞ മാസം കറക്റ്റ് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. ഒരു 10-ാം തീയതി നമ്മൾ വീട്ടിൽ കൂടുതലുണ്ടായ പ്ലാനിങ്ങിന് ഉള്ളതുകൊണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങൾ ആ സമയത്തേക്ക് തീർത്ത് വന്നിട്ടുണ്ട്. ഒരു കുറച്ച് ദിവസം 1 വീക്ക് അങ്ങോട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെയുള്ള വർക്കിൻ്റെ ഒരു ടൈമിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നു
പിന്നെ ഒരാഴ്ച അങ്ങോട്ടായത്. അപ്പോൾ ഏകദേശം നിങ്ങൾ പറഞ്ഞ ടൈം തന്നെ കറക്റ്റ് തീർന്നു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ സ്റ്റെപ്പ് ആയാലും ഫ്ലോറിംഗ് ആയാലും വളരെ നീറ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ തന്നെ ഭയങ്കര റിസ്ക് എടുത്തിട്ട് നിങ്ങൾ ചെയ്തത്. നിങ്ങൾ ഓർമ്മ ജുനൈൻ വളരെ റിസ്ക് എടുത്തിട്ടും നല്ല ആത്മാർത്ഥത ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നിങ്ങളെ പണിക്കാരെല്ലാം കറക്റ്റാണ്, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. നമുക്ക് ആർക്കും ഒരു ഇടപാടില്ലാണ്ട് നമ്മളായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചിട്ട് കറക്റ്റായിട്ട് എല്ലാം ഫിനിഷിംഗ് ആയി തീർത്ത് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വണ്ടർഫുൾ ഫീഡ്ബാക്ക്.